VC നിയമന കേസിൽ തമിഴ്നാട് സർക്കാരിന് വൻ തിരിച്ചടി. VC നിയമനാധികാരം ഗവർണറിൽ നിന്ന് എടുത്തുമാറ്റിയ നിയമ ഭേദഗതി സ്റ്റേ ചെയ്ത് മദ്രാസ് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ച്. വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിലാണെന്ന തമിഴ്നാടിന്റെ വാദം തള്ളിയ കോടതി നേരിട്ട് ഉത്തരവിലേക്ക് കടക്കുകയായിരുന്നു. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദഗോപൻ, മദ്രാസ് ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചാണ് തമിഴ്നാട് സർക്കാരിന് തിരിച്ചടി നൽകുന്ന ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. വിവരങ്ങൾ. ജസ്റ്റിസ് BR സ്വാമിനാഥനും അതേപോലെ തന്നെ ജസ്റ്റിസ് V ലക്ഷ്മി നാരായണനും അടങ്ങിയ അവധിക്കാല ബെഞ്ചാണ് തമിഴ്നാട് സംസ്ഥാന സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിയുള്ള അല്ലെങ്കിൽ കനത്ത പ്രഹരം നൽകിയുള്ള വിധി നൽകിയിരിക്കുന്നത്. അവധിക്കാല ബെഞ്ചാണ് വിധി നൽകിയിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൽ ഈ വിധി പ്രസക്തമല്ല എന്നുള്ളതാണ് തമിഴ്നാട് സർക്കാർ വാദിക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും വളരെ സുപ്രധാനമായ വിധിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ നിയമനാധികാരം ഗവർണർക്ക് പകരം സംസ്ഥാന സർക്കാരിന് നൽകുന്ന തരത്തിൽ തമിഴ്നാട് സർക്കാർ കൊണ്ടുവന്ന നിയമ ഭേദഗതികൾ മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. 12 നിയമ ഭേദഗതികൾ അത് കേന്ദ്ര നിയമങ്ങൾക്കും UGC ചട്ടങ്ങൾക്കും എതിരാണ്, അത് വിരുദ്ധമാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാദമുഖങ്ങൾ കോടതി അംഗീകരിക്കുകയായിരുന്നു. തിരുനെൽവേലിയിലെ BJPയുടെ ജില്ലാ സെക്രട്ടറി നൽകിയ ഹർജിയിലാണ് വളരെ സുപ്രധാനമായ വിധി ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ സർക്കാർ വാദിച്ചത് ഇത് സംബന്ധിച്ചിട്ടുള്ള കേസ് നിലവിൽ സുപ്രീം കോടതിയുടെ സമക്ഷമുണ്ട്. ഈ കേസടക്കം ഇപ്പോൾ ഈ വാദം നടക്കുന്ന കേസുകളടക്കം കോടതി സുപ്രീം കോടതിയിലേക്ക് മാറ്റുവാൻ വേണ്ടിയുള്ള അപേക്ഷ ഇതിനോടകം തന്നെ നൽകിക്കഴിഞ്ഞു. ഇതിനോടകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിൽ വാക്കാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേസ് പരിഗണിക്കരുത് എന്നുള്ളതായിരുന്നു പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വാദമുഖങ്ങൾ. അതേസമയം തന്നെ ഈ 12 ഭേദഗതികൾ അത് കൃത്യമായി കേന്ദ്ര നിയമങ്ങൾക്കും UGC ചട്ടങ്ങൾക്കും നിരക്കുന്നതല്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഈ BJP ഹർജി നൽകിയ BJPയുടെ തിരുനെൽവേലി ജില്ലാ അധ്യക്ഷൻ അടങ്ങിയ സംഘത്തിന് സാധിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലാണ് ഇപ്പോൾ സുപ്രധാനമായ വിധി ഉണ്ടായിരിക്കുന്നത്. കേരളവും സമാനമായ രീതിയിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുവാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. ഇത് സംബന്ധിച്ചിട്ടുള്ള നിയമ ഭേദഗതികൾ നിയമസഭ പാസാക്കിയിരുന്നു. എന്നാൽ ഗവർണർ അതിൽ ഒപ്പിടാത്തതിനാൽ മാത്രമാണ് അത് നിയമമായി നിൽക്കുന്നത്. തമിഴ്നാട് സർക്കാർ ഇപ്പോൾ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിന്റെ ഈ ഒരു വിധി അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാരിനെതിരായിട്ടുള്ള ഈ ഒരു വിധി അത് കേരളത്തിന് എത്രത്തോളം ബാധകമാകുമെന്നുള്ളത് ഇനിയും നിയമ വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും തമിഴ്നാട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വിധിയിലൂടെ ഉണ്ടായത്. ശരി, നന്ദഗോപനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.